ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിനിട്ട ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസാണ്. ആക്ച്വലി ഞാനിങ്ങനെ സത്യമായിട്ടും ചിന്തിക്കുകയായിരുന്നു, ആരെങ്കിലും ഒരാളെങ്കിലും എത്തി ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ധൈര്യപൂർവ്വം ചോദിച്ചിട്ടാണ് ഇടുന്നതെന്നെങ്കിലും പറയാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം വളർന്നു വരുന്നൊരു യൂട്യൂബർ അല്ലേ. ഓഫ് കോഴ്സ് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ അല്ലെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോൻ്റെ താഴെ ഇഷ്ടം പോലെ കമൻറ്റ് ഇടാമേ എവിടെ നിന്ന് വാങ്ങി എങ്ങനെ സ്റ്റിച്ച് ചെയ്തു അങ്ങനെയുള്ളത്. പക്ഷേ എനിക്ക് ആക്ച്വലി അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാൻ കല്യാണത്തിൻ്റെ ആ വ്ളോഗ് അപ്ലോഡ് ചെയ്തത്. അപ്പം ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് ഇടാമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിന് സമാധാനമായി, ചോദിച്ചല്ലോ എന്നുള്ളത്. സോ അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് റിസപ്ഷന് ഞാനിട്ട ഡ്രസ്സാണ്. അതായത് പ്രീ വെഡ്ഡിങ്ങിന് ഇട്ട ഡ്രസ്സാണ്. അത് ആക്ച്വലി ഞാൻ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിച്ച ഡ്രസ്സാണ്. എനിക്ക് എൻ്റെ മൈൻഡിൽ എനിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് ആയിക്കോട്ടെ, ഫസ്റ്റ് എപ്പോഴും എനിക്ക് ഡ്രസ്സ് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പിൻട്രസ്റ്റ് തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേനും എനിക്ക് ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ഓർ ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ ഞാനിങ്ങനെ കണ്ടു. അപ്പം ആൾക്കത് ഒരു പേജ് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സിമ്പിൾ ബട്ട് അത് കിടിലമായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ എൻ്റെ മൈൻഡിൽ ആക്ച്വലി ഒരു കളർ ഫിക്സ്ഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ ആ ഒരു സിമ്പിൾ ആ ഒരു ഡിസൈൻ ഞാൻ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം എവിടെയെങ്കിലും, അതായിരുന്നു ഒറിജിനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനത്തെ രീതിയിൽ തന്നെ എൻ്റെ മൈൻഡിലുള്ള കളർ വെച്ച് കസ്റ്റമൈസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ ട്രിവാൻഡ്രം ആറ്റിങ്ങൽ ഉള്ള ആപ്പിൾ ബുട്ടീക്കിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തത്. ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടോപ്പ്. ആക്ച്വലി ആ ഒരു പിക്കിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ടോപ്പിൽ മാത്രം വർക്ക് ചെയ്തിട്ട് സ്കേർട്ട് ഞാൻ പ്ലെയിൻ ആക്കി ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാൻഡിലും വർക്കുണ്ട്, പിന്നെ നെക്കിൻ്റെ പോർഷൻ ഫോക്കസ് അവിടെ കൊണ്ടാവും, നെക്കിൻ്റെ പോർഷനിലും വർക്കുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങനെ സ്റ്റൊമക്ക്, അതായത് വയറിൻ്റെ ആ ഒരു ഭാഗത്തും ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ബ്ലൗസിൻ്റെ ഒരു ലെങ്തിലാണ് തയ്ച്ചേക്കുന്നത്. നമ്മൾ നോർമൽ ബ്ലൗസൊക്കെ എത്ര ലെങ്തിന് തയ്ച്ചേക്കും ആ ഒരു ലെങ്തിനാണ് തയ്ച്ചേക്കുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഈ ഒരു സെയിം കളർ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് എടുത്താൽ എനിക്കിത് ബ്ലൗസും സാരിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വർക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ആക്ച്വലി നമുക്ക് ഇപ്പം ഒരു ബേബി പിങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളറിലൊക്കെ വെച്ച് നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്യാം. പിന്നെ ഞാൻ അവരുടെ അടുത്ത് തന്നെ സജഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, സിൽവറിൽ മാത്രം ചെയ്യുന്നതായിരിക്കും ഭംഗി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷേ ഔട്ട്ലുക്ക് വന്നപ്പോഴത്തേനും കിടിലായിരുന്നു. ആൻഡ് സ്കേർട്ട് വന്നിട്ട് വേസ്റ്റിൻ്റെ പോർഷനിൽ മാത്രമേ വർക്കുള്ളൂ. വേസ്റ്റിൻ്റെ, അതായത് ഇവിടെ മാത്രമേ വർക്കുള്ളൂ. ബാക്കി ഫുൾ പ്ലെയിനാണ്. ഇത് പ്ലെയിനാണ്. നല്ല ലെങ്തുള്ള ഒരു സ്കേർട്ട്, ഫുൾ പ്ലെയിനാണ്. അത് എനിക്ക് അങ്ങനെ മതി ആയിരുന്നു. ഇട്ട് വന്നപ്പോഴും എനിക്ക് തോന്നി അത് തന്നെയായിരുന്നു. സിമ്പിൾ ബട്ട് എലഗൻറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. അപ്പം ഒരു ഇലക്ട്രിക് ബ്ലൂ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്ര നേരിട്ട് കാണുമ്പോൾ അത്ര വലിയൊരു ഇലക്ട്രിക് ബ്ലൂ അല്ലെങ്കിൽ റോയൽ ബ്ലൂ ആയിട്ട് തോന്നില്ല. കുറച്ച് ഡൾ ആണ്. പക്ഷേ ഫോട്ടോയിലൊക്കെ നല്ല ഒരു കളറായിട്ടാണ് വരുന്നത്. ആക്ച്വലി എനിക്ക് ഈ ഔട്ട്ഫിറ്റ് ഞാൻ മാർച്ചിലായിരുന്നു മാരേജ്. അപ്പം ഞാൻ ജാനുവരി ഐ തിങ്ക് ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ കൊണ്ടുപോയി തുണിയെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോടൊരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ
എനിക്കൊന്ന് ജാനുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അത് ഞങ്ങളുടെ മെയിൻ മാസ്റ്റർ, അതായത് ഡിസൈൻ ചെയ്യുന്ന മെയിൻ മാസ്റ്റർ എന്താ ലീവിലാണ്, മാർച്ച് ആവും വരാമെന്ന്. അപ്പം എനിക്കാണെങ്കിൽ മാർച്ച് 23rd ഇത് ഇടേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഒരു 20ക്ക് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 20 എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മാർച്ച് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് 20 ആയപ്പോഴത്തേനും എനിക്ക് ട്രിവാൻഡ്രത്ത് വേറെ കുറേ ആവശ്യങ്ങളായിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, എന്നാൽ എനിക്ക് 21st തന്നാൽ മതി എന്ന് പറഞ്ഞു. 21st അവർക്ക് അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് 21st തീരെ സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഒരേ ഒരു ദിവസം 22 എനിക്ക് 23rd ഇടേ വേണം. എനിക്ക് ടെൻഷനായി പോയി എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ലാസ്റ്റ് ടൈം ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് ടൈം വെപ്രാളം പിടിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇനി ഒരു ദിവസമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ നേരിട്ട് ഈ ഷോപ്പുകളിൽ ചെന്നാലൊന്നും ഈ മനസ്സിനടങ്ങുന്ന ടൈപ്പുള്ള രീതിക്ക് എനിക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെയ്യുക എനിക്കാണെങ്കിൽ എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഇത്. അപ്പോൾ പറഞ്ഞാൽ അവർ ഓൾറെഡി വെട്ടി കഴിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ വേറെ എവിടെയെങ്കിലും കൊടുത്ത് ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചാൽ വെട്ടി ചെയ്ത് വേറൊരിടത്തും എടുത്ത് തയ്ക്കത്തുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു വെട്ടിയതിന് നിങ്ങൾ വേറൊരിടത്ത് കൊടുത്താലും വേറൊരു യൂസും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല ടെൻഷൻ ആവണ്ട, ഞങ്ങൾ കറക്റ്റ് രീതിക്ക് തന്നെ ചെയ്തു തരും. അപ്പോൾ 21st കറക്റ്റായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി 22nd രാവിലെ ഞാൻ വരും എന്ന് പറഞ്ഞു. 22nd ഫസ്റ്റ് ഞാൻ ഉറങ്ങുകയാണ്. അപ്പം ഫസ്റ്റ് എന്നെ വിളിച്ചുണർത്തുന്നത് ഇവരുടെ അവിടെ നിന്നുള്ള ആപ്പിൾ ബുട്ടീക്കിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്, ഡ്രസ്സ് കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെ അത് വാങ്ങാൻ പോകണം. ഞാൻ അപ്പോഴേ ചാടി എഴുന്നേച്ച് പല്ലൊക്കെ തേച്ച് കഴിച്ചു പോലുമില്ല ഞാൻ. കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്കിതെങ്ങനെയും ഇട്ട് കാണണം, എന്നെ ഈ ഡ്രസ്സ് ഇട്ട് എനിക്ക് കാണണം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഈ ഡ്രസ്സൊക്കെ ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ തയ്ച്ചത്. അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങാൻ പോയ സമയത്ത് എനിക്ക് ആ ഡ്രസ്സൊന്ന് കാണിച്ചത് പറഞ്ഞു അവരുടെ യൂണിറ്റിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ ചെന്ന് ചോദിച്ചിട്ട് ഓക്കെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പം ആളിങ്ങനെ അവിടെ ഒന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേനും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ സത്യം പറഞ്ഞാൽ അപ്പോഴെനിക്കിങ്ങനെ കണ്ടപ്പോഴത്തേനും അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൈൻഡിൽ ഓക്കെ കൂൾ റെഡിയാവും എന്നുള്ളൊരിതിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ 22nd ഞാൻ രാവിലെ ചെന്നിട്ട് നോക്കിയപ്പോഴത്തേനും 2 month മുന്നേ കൊടുത്തതാണ്. അപ്പം ഞാൻ ജാനുവരി ആ ടൈമിലൊക്കെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ടൈമായിരുന്നു. ഇപ്പം ഞാൻ നിർത്തി, കാരണം ഇപ്പം അതൊന്ന് കറക്റ്റായി നോക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരിതിലല്ല. അപ്പം ഞാൻ ഇപ്പം അങ്ങനെ നോക്കുന്നൊന്നുമില്ല. അപ്പം 2 മാസം കഴിഞ്ഞ് ചെന്നതുകൊണ്ട് തന്നെ ടൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ലൂസ് ഓൾട്രേഷൻ അപ്പോഴേ തന്നെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴേ തന്നെ അവർ കുറച്ച് ഓൾട്രേഷനൊക്കെ ചെയ്ത് തന്നിട്ട് ഫൈനലി ഇട്ടപ്പോഴത്തേനും എനിക്കിത് ഇഷ്ടമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എനിക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടൊന്ന് എന്നെ കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷെ അന്ന് രാത്രി വന്നിട്ട് ഡാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനതൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തെന്നിയടിച്ച് വീടൊന്ന് കഴിയുള്ളൂ. ആക്ച്വലി നല്ല ലെങ്ത് ഉണ്ട് സ്കേർട്ടിന്, പക്ഷേ ഫൈൻ കംഫർട്ടബിൾ ആയിരുന്നു. ഒത്തിരി ടെൻഷൻ അടിച്ചാണ് ഈ ഡ്രസ്സ് എനിക്ക് കൈ കിട്ടുന്നത്. എനിക്കിതിൻ്റെ ടോട്ടൽ കോസ്റ്റ് 6,450 അത്രയും ആയായിരുന്നു. അതാണ് എൻ്റെ തലേ ദിവസത്തെ ഡ്രസ്സിൻ്റെ ഒരു ജേണി. ഇത് വന്നിട്ട് കല്യാണത്തിൻ്റെ അന്നത്തെ സാരിയും ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച് വെച്ചിരുന്ന ഒരു കളർ, ഉദ്ദേശിച്ച് വെച്ചിരുന്ന ഒരു സാരി ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഇതായിരുന്നു. ഇവരോട് ഞാൻ പോത്തീസിൽ നിന്നാണ് അവർ മിക്ക സാരി എല്ലാം എടുത്തേക്കുന്നത്. അപ്പം ഞാനും ആക്ച്വലി ഇവരോട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പോയപ്പം ഞാൻ എൻ്റെ ഉള്ള ഒരു സെയിം ഞാൻ കാണിച്ചിട്ട് ഇതുണ്ടോയെന്ന് ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ തപ്പിപ്പിടിച്ച് അവർ കളറിൽ ആ ഒരു ഡിസൈനുള്ളത് എടുത്തപ്പോഴത്തേനും അത് 7,000 രൂപ, 6,000 or 7,000 രൂപ.
എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എടുത്തോണ്ട് അങ്ങനെ ഞാൻ ഇൻ കേസ് വന്നാൽ എടുക്കാൻ എൻ്റെ പൈസ ഇല്ല. ഇൻ കേസ് എടുത്തുകൊണ്ട് വന്നാലും അമ്മ എന്നെ അറിഞ്ഞു കൊല്ലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതവിടെ മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞു. ഒരു 2 ഡേയ്സൊക്കെ അവിടെ ഒരു സാരി പറഞ്ഞാൽ മാറ്റി വെച്ചേക്ക്. എന്നിട്ട് ഈ പോത്തീസിൽ തന്നെ നമുക്കിങ്ങനെ എടുത്ത് ഇടുന്നതല്ലാണ്ട് സൈഡിൽ ഇങ്ങനെ കുറേ സാരീസ് വെച്ചിട്ടുള്ള സെക്ഷനും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ അവിടെ കൂടെ ഇങ്ങനെ, പക്ഷെ അവിടെയൊക്കെ നല്ല സാരികൾ തന്നെയാണ്, നല്ല കളർ വേരിയൻസും ഒക്കെ ഉള്ള ഒരു സെക്ഷനൊക്കെ തന്നെയാണ്. നമുക്കവിടെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും സൈഡിൽ സാരീസൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തന്നെ നോക്കാൻ പറ്റും, അങ്ങനെയുള്ള ഇതാകുമ്പോൾ നമ്മൾ സെക്ഷനിൽ ചെന്നിട്ട് അവരെടുത്ത് കാണിച്ചു തരും, അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കി പോകുന്ന സമയത്ത്, കാരണം എൻ്റെ അമ്മയ്ക്ക് സാരി എടുക്കണമായിരുന്നു. അപ്പോൾ അമ്മയ്ക്കുള്ള സാരിയൊക്കെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തായിരുന്നു. അതും ഒരു അടിപൊളി ഒരു കളറായിരുന്നു. അതിന് ആക്ച്വലി ബ്ലൗസ് തയ്ക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഒരു സാരി ഏതാണ്ട് ഈ ഒരു മോഡലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ മൈൻഡിൽ ഓക്കെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ടുള്ള രീതിക്ക് ഉള്ള ടൈപ്പ് ഓഫ് സാരി കണ്ടു. പിന്നെ ആക്ച്വലി അത് കണ്ടിട്ട് ഇവരുടെ പർച്ചേസിങ്, ഇവർക്കാണല്ലോ മെയിനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവരുടെ ഒരു പർച്ചേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മൈൻഡിൽ എനിക്ക് സാരി ഉണ്ടായിരുന്നു. എന്നിട്ട് വേറൊരു സെക്ഷനിൽ ചെന്നപ്പോഴത്തേനും വേറൊരു സാരി അത് കണ്ണിൽ ഉളുക്കി. അപ്പോൾ ഈ 2 സാരി ഇത് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പർച്ചേസ് കഴിഞ്ഞ് പോത്തീസിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഇവർ തിരിച്ച് പോവുകയും ചെയ്ത് അപ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ 2 സാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ സാരി ഓർഡർ ചെയ്താൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനും എനിക്കുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഫൈനലി ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് ചെന്ന് ഇത് 2 ട്രയൽ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ പോത്തീസിലോട്ട് ഓടിയിട്ട് ഈ 2 സാരി ഞാൻ ട്രയൽ ചെയ്ത പിക്ക് ഞാൻ ഇവരോട് കൊടുക്കാം. ട്രയൽ ചെയ്തപ്പോഴത്തേനും ആക്ച്വലി ഞാൻ എടുക്കാം എന്ന് വിചാരിച്ചൊരു സാരി എനിക്കത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല, എനിക്ക് ചേരുന്ന രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ വന്നിട്ട് ഈ ഒരു വയലറ്റ് ആ ഒരു ടൈപ്പ് സാരി, ആ ഒരു സാരി എനിക്ക് പെട്ടെന്നെന്തോ എനിക്ക് നല്ല രീതിക്ക് ചേരുന്ന പോലെ തോന്നി, അപ്പം ഞാൻ പ്ലാൻ മാറ്റി. ഓക്കെ, ഓർഡർ ചെയ്യണ്ട, ഇപ്പോൾ ഇത് കൈയോടെ എടുത്തുകൊണ്ട് പോയി തയ്ക്കാം, ബ്ലൗസ് തയ്ക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ വയലറ്റ് സാരി ഫിക്സ് ചെയ്ത് എടുത്തു. അതാണിത്, ഈ സാരി. ഇതെനിക്ക് പക്ഷേ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലൊരു കളർ അല്ലേ, നല്ല രസമുള്ളൊരു കളർ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഈ സാരി എടുത്തതിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈ സെയിം ബ്ലൗസ് പീസാണ്. സെയിം വന്നിട്ട് ഇതേപോലെ ഈ വര, ഈ ഒരു ബോർഡർ, ഇതാണ് സെയിം ബ്ലൗസ് പീസ്. ആക്ച്വലി ബ്ലൗസ് എൻ്റെ ഇപ്പം ഇല്ല. ഞാൻ എൻ്റെ വേറൊരു സാരിക്ക് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി അതാണ് അളവ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഇപ്പം ഇല്ല. അപ്പോൾ എനിക്ക് സെയിം ബ്ലൗസ് പീസ് വേണ്ട. അതായി അടുത്ത പ്രശ്നം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ തന്നെ സെയിം കിട്ടുമോ എന്ന് വെച്ചാൽ ഈ ഒരു കളറിൽ വേറെ ഇപ്പോൾ ബ്രൊക്കേഡ് പോലെയോ അല്ലെങ്കിൽ ബൂട്ട വർക്കുള്ളതോ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കിയപ്പോഴത്തേനും പോത്തീസിലില്ല. അങ്ങനെ ഞാൻ ജയലക്ഷ്മിയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഭ്രാന്തായി. അങ്ങനെ എനിക്ക് കിട്ടിയില്ല, അത് കിട്ടുന്നതേയില്ല. നിങ്ങൾ ആക്ച്വലി ഈ കാണുന്നൊരു കളറല്ല, നേരിട്ട് വരുമ്പോഴേക്കും ഇത് കുറച്ച് കറക്റ്റ് വൈലിച്ചൊന്നും പറയാൻ പറ്റില്ല, കറക്റ്റ് ഒരു പർപ്പിളൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു കോമൺ ഷെയ്ഡാണ് എന്ന് തോന്നും. അപ്പോൾ അതായി അടുത്ത പ്രശ്നം. അങ്ങനെ ഞാൻ ബ്ലൗസ് എവിടെ തയ്ക്കാം എന്നാലോചിച്ചപ്പോഴത്തേനാണ് ആല ഡിസൈൻസിൽ തയ്ക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ആലയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതിന് വല്ല കോൺട്രാസ്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം ബ്രൊക്കേഡ് വരുന്ന രീതിക്ക് അവിടെ വല്ല തുണിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കോൺട്രാസ്റ്റ് ആണെങ്കിൽ ഉണ്ട്, അതും നെറ്റ് ഫാബ്രിക്കാണ്. അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു മനസ്സിന് ചേരുന്നില്ല. അങ്ങനെ ചാലയിലൊക്കെ പോയി ഒരുപാട് ഷോപ്സൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെന്നിട്ടും എനിക്ക് കിട്ടുന്നതേ ഇല്ല. അപ്പം ഞാനിവിടെ വന്ന് ഓക്കെ അവരുടെ അടുത്ത്, അപ്പോൾ ഞാൻ പിന്നെ ഫൈനലി ഫിക്സ് ചെയ്തു ഓക്കെ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് മതി
തയ്ച്ച് വരുമ്പോൾ നന്നായിരിക്കും എന്ന് വിചാരിച്ച്, ഞാൻ ഇട്ട് വരുമ്പോൾ നന്നായിരിക്കും എന്ന് വിചാരിച്ച് അത് തന്നെ ഫിക്സ് ചെയ്തു തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇവർ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ സാരിയിൽ നിന്ന് ബ്ലൗസ് ലിറ്റർ കട്ട് ചെയ്യുകയും ചെയ്തു അവിടെ തന്നെ തയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ. പക്ഷേ എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതിൽ സിമ്പിളായിട്ട് വർക്ക് ചെയ്യണമെന്ന് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊന്ന് സ്റ്റാർട്ടിങ് തന്നെ 2500 ആണെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, ഡിസൈൻ നമുക്ക് വേണ്ട, ഞാൻ അപ്പോഴേ ക്യാൻസൽ ചെയ്തു. ഇവരിത് ബ്ലൗസ് മെറ്റീരിയൽ കട്ട് ചെയ്യുകയും ചെയ്തു. സ്റ്റിച്ചിങ് സിമ്പിളായിട്ട് തയ്ക്കുന്നതിന് ബ്ലൗസിൻ്റെ ഒരു ഡിസൈനും ഇല്ലാതെ തയ്ക്കുന്നതിന് 1500. ഞാനങ്ങ് ഞെട്ടി എന്ന് വെച്ചാൽ എനിക്കിനിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരത് ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ആ ഒരു ഷോക്കിൽ, അല്ലെങ്കിൽ ഇങ്ങ് തിരിച്ച് തന്നേക്ക്, ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് തയ്ച്ചോളാം എന്നും എനിക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അങ്ങനെ അതെല്ലാം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഓൾറെഡി ഈ ബ്ലൗസിൻ്റെ വില കെട്ടി ഞെട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ കറക്റ്റ് ഇവളുടെ വീട്ടിൽ പ്രാക്ടീസിന് പോകുമായിരുന്നല്ലോ. അപ്പം അവളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും ബ്രൈഡൽ ബ്ലൗസ് തയ്ച്ച് അപ്പോൾ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എത്രയായി? അത് 5000 ആയോളൂ. ആ ഒരു വർക്ക് അനുസരിച്ച് അത് 5000, അത് ഭയങ്കര വേർത്തായിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെവിടെ തയ്ച്ചാൽ? അപ്പം ആറ്റിങ്ങയാണ് തയ്ച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ ബ്ലൗസ് ഒക്കെ തയ്ച്ചപ്പോഴത്തേനും ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര അഫോർഡബിൾ. അവിടെയൊക്കെ സ്റ്റാർട്ടിങ് 1000 അല്ലെ 1500 ഒക്കെ അത്രേ ഉള്ളൂ. അതും അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ എനിക്കങ്ങ് സങ്കടമായിപ്പോയി. അങ്ങനെ ഞാൻ എന്നിട്ട് ഈ ആല ഡിസൈൻസിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, തുണി തിരിച്ചു തരാൻ പറ്റുമോ, കട്ട് ചെയ്താന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അവരും പറഞ്ഞു കട്ട് ചെയ്തതിന് തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എനിക്കങ്ങ് സങ്കടമായിപ്പോയി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആല ഡിസൈൻസിൻ്റെ കസ്റ്റമർ സർവീസ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര, എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസിന് മാത്രം നല്ല രീതിക്ക് ഒരു പെരുമാറ്റവും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഒത്തിരി അവരെ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. നോർമൽ കോൾ ആയിക്കോട്ടെ, വാട്സപ്പ് കോൾ എത്ര തവണ വിളിച്ചിട്ട് എത്ര കോൺടാക്റ്റ് ചെയ്തിട്ടാണെന്ന് അറിയാമോ അവരൊന്ന് എടുത്ത് റെസ്പോണ്ട് ചെയ്തത് തന്നെ. എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ 20th തരാൻ പറഞ്ഞത്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറയുക, 20th ട്രയൽ ചെയ്യാനുള്ള ആളില്ല, 21st അല്ലെങ്കിൽ 22nd വരെ. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു ബ്ലൗസ് ട്രയൽ ചെയ്യാൻ വേറൊരാളുടെ ആവശ്യമില്ല. അവിടെ നിൽക്കുന്നവർ തന്നെ ഇപ്പോൾ വല്ല ഓൾട്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാവുന്നതേ ഉള്ളൂ. ഒരു ബ്ലൗസ് ഇപ്പം വല്ല ലെഹങ്കയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്തതാണെങ്കിൽ മാത്രമേ അങ്ങനെ ട്രയലിൻ്റെ ആൾ വരേണ്ട ആവശ്യം ഉള്ളൂ. അപ്പം എനിക്ക് അത് ഒട്ടും എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 20th തന്നെ ചെന്നിട്ട് ഞാൻ എൻ്റെ ബ്ലൗസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇട്ട് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇട്ട് നോക്കിയപ്പോഴത്തേനും എനിക്ക് ഒരു കുഴപ്പമില്ല, ഓൾട്രേഷൻ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ട്രയൽ നോക്കാനും ആൾ വേണ്ട, അവരെ സ്റ്റാഫ്സ് തന്നെയാണ് നോക്കിയത്. അപ്പം ഞാൻ അതും ആലോചിച്ച് 21st അല്ലെങ്കിൽ 22nd ചെന്നിരുന്നെങ്കിൽ അതും ഡിലേ ആയിപ്പോയേനെ. പക്ഷേ കസ്റ്റമർ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യ, സ്റ്റിച്ചിങ് സൂപ്പർ സ്റ്റിച്ചിങ് ആയിരുന്നു. എനിക്ക് എൻ്റെ കയ്യിലുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഏതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അത് ആല ഡിസൈൻസിൽ തയ്ച്ചതെന്നേ പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരുന്നു. പറഞ്ഞ മോഡൽ അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത്. എല്ലാമാണെങ്കിലും എനിക്ക് കസ്റ്റമർ സർവീസിന് കുറച്ചുകൂടി, സെലിബ്രിറ്റീസിന് മാത്രം കുറച്ചുകൂടി അവർ ഭയങ്കര ഒരു ഇത് കൊടുക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്കറിയില്ല വേറെ ആരെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കിതാണ് പേഴ്സണലി തോന്നിയത്. ബട്ട് എന്നാലും എനിക്ക് ബ്ലൗസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ലുക്കായിക്കോട്ടെ എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സാരി, ആ ബ്ലൗസ് ആയിക്കോട്ടെ, മൊത്തത്തിൽ റെഡിയായി വന്നപ്പോഴത്തേനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ ഡ്രസ്സും സെറ്റായി. പിന്നെ വന്നിട്ട് റിസപ്ഷൻ. അതെനിക്ക് ഒട്ടും ടെൻഷനില്ലായിരുന്നു, ഒട്ടും സ്ട്രെസ്സും ഒന്നുമില്ലായിരുന്നു. കാരണം ഞാനത് ഓൺലൈൻ എന്ന് വാങ്ങിയതാണ്. ആമസോണിൽ നിന്നാണ് അതൊരു ചുരിദാർ സെറ്റായിരുന്നു, 3 piece സെറ്റായിരുന്നു. ആക്ച്വലി അതിപ്പം കാണിക്കാൻ പറ്റുന്നൊരു കോലത്തിലല്ല. കാരണം എൻ്റെ ബ്ലൗസ് ആക്ച്വലി ഞാൻ കഴുകിയ സമയത്ത് ഈ ഒരു ഡ്രസ്സും കൂടെ ഇട്ടാണ് കഴുകിയത്. അതിൽ ഫുൾ കളർ പിടിച്ചിരിക്കുകയാണ്. എന്നാലും ഞാനൊന്ന് കാണിച്ചു
കാണിച്ചു തരാം. ഒരു വയലറ്റ് സ്റ്റെയിൻ അതിൻ്റെ അകത്ത് വന്നു. ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണതിന് നമുക്ക് ഫുൾ അബദ്ധം. ദേ ഇങ്ങനെ ഒരു ലൈക്ക് ഒരു വി പോലത്തെ ഒരു നെക്ക്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പോലത്തെ ഇത് തന്നെ. ആൻഡ് സ്ലീവിലും ആ ഒരു സെയിം ഡിസൈനാണ്, നോർമലി ഒരു കുർത്ത. ആൻഡ് പാൻറ്റും ഒരു പലാസ പോലത്തെ ഒരു ഫുൾ സ്റ്റെയിനായി, അതിന് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. പാൻറ്റിലും അടിയിൽ വന്നിട്ട് ഇങ്ങനെ ആ ഒരു സെയിം വർക്ക്, പാനിൻ്റെ അടിയിലും ഇതേപോലെ സെയിം വർക്ക്. ഷോളും ഇതേപോലെ തന്നെയാണ്. ബോർഡറിൽ ഞാൻ എന്തായാലും ഇവിടെ പിക്ക് കൊടുത്തേക്കാം എല്ലാത്തിൻ്റെയും. ബോർഡറിൽ ഈ ഒരു സെയിം ഡിസൈൻ വന്നിട്ട് കൊടുത്തിട്ട് ഒരു സിമ്പിൾ ആൻഡ് ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കളറായിക്കോട്ടെ, ഒരു ഡിസൈൻ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പോലത്തെ ഒരു വി പോലത്തെ ഇതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ആക്ച്വലി ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ കാണിക്കുന്നത് 1298 ആണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ വാങ്ങുമ്പോഴേക്കും ഇത് 1035 തന്നെ, 1035 ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വാങ്ങുന്ന സമയത്ത്. ഇപ്പം അത് വില കൂടി ഗൈസ്, അത് എന്ത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതായി നോക്കൂ, ഞാൻ വാങ്ങുമ്പോൾ 1035 അതായിരുന്നു റേറ്റ്. എന്തായാലും ആക്ച്വലി വേർത്താണ്. കളർ പറ്റിയെങ്കിലും ഒരു ഫസ്റ്റ് വാഷ് ആക്ച്വലി കഴിഞ്ഞു. പക്ഷെ എന്നാലും ക്ലോത്തിൻ്റെ മെറ്റീരിയലിനായിക്കോട്ടെ ഒരുമാതിരി ഇരിക്കുക അങ്ങനെയൊന്നുമില്ല. എന്തായാലും വേർത്താണ്, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അതായിരുന്നു എനിക്ക് ആക്ച്വലി ഒട്ടും ടെൻഷനില്ലാതെ ഞാൻ വാങ്ങിയ ഡ്രസ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈൻ ഷോപ്പിംഗ് പ്രിഫർ ചെയ്യുന്നത്. വലിയ ടെൻഷനില്ലല്ലോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് കൊടുക്കാമല്ലോ, റിട്ടേൺ കൊടുത്താൽ മതി, നമുക്ക് പൈസ തിരിച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ കല്യാണത്തിന് കസ്റ്റമൈസ് ചെയ്തതും എടുത്തതും ആയിട്ടുള്ള ഡ്രസ്സ്. പ്രീ വെഡ്ഡിങ്, വെഡ്ഡിങ്, റിസപ്ഷൻ, 3 ഡ്രസ്സും കുറേയൊക്കെ ടെൻഷൻ അടിച്ചു, കുറേയൊക്കെ വിഷമിച്ചു. എങ്കിലും 3 ഡ്രസ്സും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം ബൈ ബൈ.